ഇലക്ഷൻ കമ്മീഷന് ഈ പരാതികൾ അന്വേഷിക്കാൻ നിയമിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, ആ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായും ഭരണകക്ഷിയുടെ ആളുകളാകാൻ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൂടി വന്നു കഴിഞ്ഞാൽ ഈ അട്ടിമറി പൂർണ്ണമാകും. അതില്ലാതിരിക്കാൻ ഒരു മുൻകരുതൽ എന്ന നിലക്ക് എല്ലാ പ്രദേശങ്ങളിലും വളരെ വിജിലൻ്റായി പ്രവർത്തിക്കാൻ പാർട്ടി സംവിധാനങ്ങൾക്ക് ഞങ്ങൾ വിവരം നൽകിയിട്ടുണ്ട്. ശക്തമായ രാഷ്ട്രീയ നടപടികളും അതോടൊപ്പം നിയമ നടപടികളുമായി മുസ്ലിം ലീഗും UDF മുന്നോട്ട് പോകും. ഇപ്പോൾ തന്നെ കേസുകൾ 2-3 കിടക്കുന്നുണ്ട്. നേരത്തെ ഞങ്ങൾ പറഞ്ഞതാണ്, ഈ വാർഡ് വിഭജനത്തേക്കാൾ അനിവാര്യമായത് പഞ്ചായത്തുകളുടെ വിഭജനമാണെന്നാണ്. ജനസംഖ്യ ക്രമാതീതമായി കൂടുതലുള്ള, വോട്ടർമാർ കൂടുതലുള്ള, വീടുകൾ കൂടുതലുള്ള പഞ്ചായത്തുകൾ വിഭജിക്കണം എന്ന ആവശ്യം നിരന്തരമായി മുസ്ലിം ലീഗും UDF ഒക്കെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് നടത്താതെ വാർഡ് വിഭജന പ്രക്രിയ ഒരു ചടങ്ങ് പോലെ നടത്തുകയാണ്. ഇപ്പോൾ 23 വാർഡുകളിൽ 24 ആക്കുകയാണ്. പരമാവധി 24 വാർഡേ പാടുള്ളൂ എന്ന് നിയമം കൊണ്ടുവന്ന് എന്ന തീരുമാനമാണുള്ളത്. നേരത്തെ 23 ആയിരുന്നു. ഒരു വാർഡ് കൂട്ടുകയാണ്. ഒരു വാർഡ് കൂട്ടുമ്പോൾ സ്വാഭാവികമായും ആ പഞ്ചായത്തിലെ മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ വാർഡുകളെയും അതിർത്തികളെ അത് ബാധിക്കുകയാണ്. ആ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ കൃത്രിമ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നത്. അതിനെതിരെ പാർട്ടി ജാഗരൂകമാണ്. അത് അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് അറിയിക്കാനാണ് നിങ്ങളെ കാണാൻ ആഗ്രഹിച്ചത്. വന്നെത്തിയതിൽ വളരെ സന്തോഷം. എല്ലായിടത്തും ഉണ്ട്. മലബാർ ഏരിയയിൽ പ്രകടമായി കിട്ടിയതാണ് ഞങ്ങൾ കാണിച്ചു തന്നത്. ധാരാളമുണ്ട്. ഓരോ പഞ്ചായത്തിലുമുണ്ട്. ഇല്ലാത്ത പഞ്ചായത്തുകൾ അപൂർവമാണ്. ഇല്ലാത്ത പഞ്ചായത്തുകളിൽ ഈ ഉദ്യോഗസ്ഥന്മാരെ നിർബന്ധിപ്പിച്ച് അത് മാറ്റം വരുത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. പരാതികൾ ഇല്ലാത്ത പഞ്ചായത്തുകളുണ്ട് അപൂർവമായിട്ടെങ്കിലും. അത്തരം പഞ്ചായത്തുകൾ സത്യസന്ധമായി പണി ചെയ്ത സെക്രട്ടറിമാർ, ഉദ്യോഗസ്ഥന്മാർ നീതിപൂർവമായി വാർഡ് വിഭജനം നടത്തിയ അപൂർവമായിട്ടെങ്കിലുമുള്ള പഞ്ചായത്തുകളുണ്ട്, മുനിസിപ്പാലിറ്റികളുമുണ്ട്. അവിടങ്ങളിൽ കൃത്രിമമായ പരാതി ഉണ്ടാക്കി ഈ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തി അതിൽ മാറ്റം വരുത്താനുള്ള ശ്രമം ഗവൺമെൻറ് നടക്കുന്നുണ്ട്. ഇവിടെ ആര് ഭരിക്കുന്നു എന്നല്ലല്ലോ, ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയും അതുപോലെ പഞ്ചായത്തും ഭരിക്കുന്ന ഭരണസമിതി എടുത്തുകൊടുത്ത തീരുമാനങ്ങൾ സെക്രട്ടറിയെ ഉപയോഗപ്പെടുത്തി മാറ്റിക്കുകയാണ് ഈ ഗവൺമെൻറ് ചെയ്തത്. അല്ല, ഇപ്പോൾ വാർഡ് വിഭജനം നടക്കല്ലേ, ഇനിയിപ്പോൾ എതിർത്തിട്ട് കാര്യമില്ലല്ലോ, നിയമം വന്നില്ലേ, തീരുമാനമായില്ലേ. നേരത്തെ ഞങ്ങളുടെ അഭിപ്രായം പഞ്ചായത്തുകൾ വിഭജിക്കണം എന്നായിരുന്നു. വളരെ കാലമായി അത് വിഭജിച്ചിട്ട് ജനസംഖ്യാനുപാതികമായി വോട്ടർമാരുടെ എണ്ണത്തിനനുസരിച്ചൊക്കെ പഞ്ചായത്തുകളാണ് വിഭജിക്കേണ്ടിയിരുന്നത്. ഏതായിരുന്നാലും ഞങ്ങളെതിരെ അതിൻ്റെ കേസ് നിലവിലിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഹൈക്കോടതിയിൽ കൊടുത്ത കേസ് നിലവിലുണ്ട് അത് സംബന്ധിച്ച്. എന്നിരുന്നാലും ഇപ്പോൾ നടക്കുന്ന പ്രക്രിയയിൽ സഹകരിക്കാതിരിക്കാൻ പറ്റുമല്ലോ. ആ സഹകരണത്തിലാണ് ഇത്തരം ക്രമക്കേടുകൾ നമുക്ക് ദൃശ്യമാകുന്നത്. 3-ാം തീയതി വരെയാണ് പരാതി കൊടുക്കാനുള്ള സമയം. പിന്നെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ അത് അന്തിമമായി പ്രഖ്യാപിക്കേണ്ടത് 21-നാണ്. ഡേറ്റ് പറഞ്ഞിട്ടില്ല. പരിഹരിക്കപ്പെടാൻ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ശക്തമായ സമ്മർദ്ദവും സമരങ്ങളും ഒക്കെ ഉണ്ടാവും. നിയമപരമായ നടപടികളും ഉണ്ടാവും. അതെ, അങ്ങനെയാണല്ലോ. 3-ാം തീയതി വരെ ഡീലിമിറ്റേഷൻ കമ്മീഷന് പരാതി കൊടുക്കാനുള്ള അവസരമാണ്. അത് കഴിഞ്ഞിട്ട് നടപടി ഉണ്ടായില്ലെങ്കിലാണ് കോടതിയെ സമീപിക്കേണ്ടത്. അതെ, രണ്ടൊന്നാണ്. CPM-ന് അനുകൂലമായിട്ട് നടത്താൻ വേണ്ടി അശാസ്ത്രീയമായി നടത്തി. ഒറ്റത്തരമുള്ളൂ. 2 ചോദ്യത്തിനും കൂടി. ഇത് ഞങ്ങളുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ CH റഷീദ്, ഇത് ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർമാരുടെ സംഘടനയുണ്ട് LGMN, ലോക്കൽ ഗവൺമെൻറ് മെമ്പേഴ്സ് ലീഗ്. അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഷറഫുദ്ദീൻ, പെരുവേൽ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റാണ്. അതൊക്കെ ഇന്ത്യ രാജ്യത്ത് കുറേ കാലമായി നടക്കുന്നത് ജനാധിപത്യ ധ്വംസനല്ലേ. അതിൻ്റെ മറ്റൊരു പ്രകടമായ ഉദാഹരണം. ജനപ്രതിനിധികൾക്ക് രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് പോയി നോക്കാനും പരിശോധിക്കാനും അവിടെ ഇരകളായി പോയിരുന്നവരെ സാന്ത്വനിപ്പിക്കാനുള്ള അവകാശമില്ലേ. അതിനെ തടയുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യ അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുക എന്ന് തന്നെയാണ്. അത് BJP ഗവൺമെൻറ് കാലങ്ങളായി നടത്തി വരുന്നതാണ്. പുതുമയൊന്നുമില്ല, ഞങ്ങൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്.
എന്നാലും ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണ്ടേ. ഈ സമസ്തയിലെ ഒരു വിഭാഗം കോഴിക്കോട് ആദർശ സമ്മേളനം നടത്തുന്നുണ്ട്. ഇത് ഞാൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഇത് മുസ്ലിം ലീഗിൻ്റെ പത്രസമ്മേളനമാണ്. ഇവിടെ മതസംഘടനകൾ ചർച്ച ചെയ്യപ്പെടുന്നില്ലല്ലോ. ഈ ജമാഅത്തെ ഇസ്ലാമി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. പിണറായി വിജയൻ പല ഘട്ടങ്ങളിലും ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം കുറ്റം പറയുകയാണെന്ന് പറയുന്നു. ഇനി ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ വരാൻ പോവാണ്. പൂർണ്ണമായിട്ട് ജമാഅത്തെ ഇസ്ലാമി ഉപേക്ഷിച്ചു. പാർട്ടിയുടെ സഹായമൊക്കെ UDF ആവശ്യം വരും. ഇല്ല, അങ്ങനെയല്ലേ, നമുക്കറിയാലോ. ഇതിപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പറയണ്ടല്ലോ. കേരളത്തിൽ ആർക്കാ അറിയാത്തത്? ഇറാ സെൻറ്ററിൽ ഏത് CPM നേതാവാണ് പോകാത്തത്? ആരാ ചർച്ച നടത്താത്തത്? വെൽഫെയർ പാർട്ടിയുടെ മാത്രമല്ല, SDPIയുടെ 2006 തെരഞ്ഞെടുപ്പിൽ SDPIയുടെ പിന്തുണ വാങ്ങുന്നതിൽ തെറ്റില്ല, ജനാധിപത്യപരമാണ് എന്ന് പറഞ്ഞിട്ട് ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിൽ പ്രസിദ്ധീകരിച്ച വാർത്തയുണ്ട് CPMൻ്റെ. അതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലാകാലങ്ങളിൽ അവരോട് കൂടുമ്പോൾ നല്ല പാർട്ടിയാവും, അവരുടെ തെറ്റുകളെ എതിർക്കുമ്പോൾ പാർട്ടി ചീത്തയാവും. അത് സ്വാഭാവികമാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പോഴും ഈ SDPI തെറ്റ് പറയുമ്പോൾ ഞാൻ കുറേ തവണ നിങ്ങളോട് പറഞ്ഞതാണ്. പത്തനംതിട്ട, ഇന്നലെ ഞാൻ പത്തനംതിട്ടയായിരുന്നു, മിനിഞ്ഞാന്ന് അടൂരിൽ ഞങ്ങൾ JS സെൻ്റർ ഉദ്ഘാടനം ചെയ്യാൻ പോയതാണ്. അവിടെ പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ പരസ്യമായ സഖ്യമാണ്. ഇന്ത്യ മുന്നണി പോലെ തന്നെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയും SDPIയോട് ഭരണം നടത്തുന്നത്. ചെയർമാൻ സ്ഥാനത്തേക്ക് 3 SDPI മെമ്പർമാരുടെ പിന്തുണയാണ്. അവരുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ SDPIയുടെ പ്രതിനിധിയാണ്. അതുപോലെ തന്നെ പത്തനംതിട്ടയിലെ കാട്ടാങ്ങൽ പഞ്ചായത്ത്, അവിടെയും സഖ്യമാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നിട്ട് പറയാം എന്ത് മറ്റേ കാലിലാണ്. ശരിയല്ലല്ലോ. അത് കേരളീയർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ത് പറഞ്ഞാലും. ഏതിൽ SDPIയുമായി മുസ്ലിം ലീഗിന്, ഈ SDPI ഒക്കെ ഉണ്ടാക്കിയത് ലീഗിനെ എതിർക്കാനാണ്. പിന്നെ ലീഗിന് അതിൽ എന്താ നിലപാട് മാറ്റം? മുസ്ലിം ലീഗ് തീവ്രത പോരാ എന്ന് പറഞ്ഞ് ഉണ്ടാക്കി ലീഗിനെ എതിർക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു പാർട്ടിയാണല്ലോ SDPI. അതിനോട് സ്വാഭാവികമായും ലീഗിൻ്റെ പ്രതികരണം, അവർക്ക് ലീഗിനോടുള്ള പ്രതികരണം വ്യക്തമല്ലേ? അത് പ്രത്യേകിച്ച് പറയണോ?